ഹലോ ഗൈസ്, നമ്മളിതാ ഇന്ന് നമ്മളൊരു പുഴയുടെ വക്കിലൂടെ കടന്നു പോവുകയാണ് കേട്ടോ. നമ്മൾ മുന്നിൽ പോകുന്നില്ലേ, ആ ചേച്ചിയുടെ പറമ്പിലേക്ക് പോവുകയാണ്, കൃഷി സ്ഥലത്തേക്ക്. നമ്മളിവിടുത്തെ പ്രധാനമായിട്ട് ഇവിടുത്തെ ട്രൈബ്സ് കൃഷി ചെയ്യുന്നത് ചെറിയ ഒരു കൃഷി സ്ഥലം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോയിട്ട്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുണ്ട്, ഫ്രണ്ടിൽ പോകുന്നതാണ് ചേച്ചി. അവർ പറമ്പിലേക്കാണ് പോകുന്നത്. ചാക്കുകളൊക്കെ എന്തിനാണെന്നറിയാം, ഇവിടെ കൃഷിയിൽ വിളഞ്ഞിട്ടുള്ള കുറേ വിത്തുകളും കറിക്കുള്ള സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആട് തീറ്റ തിന്നു, ഇടുങ്ങിയ വഴിയിലൂടെ എങ്ങനെ കടന്നു, ഇല്ലിക്കൂട്ടം കണ്ടോ, വഴി ക്രോസ് ചെയ്ത് വീണിട്ടുണ്ട്. അതൊക്കെ കടന്ന് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറയെ നല്ല ഔഷധ സസ്യങ്ങളും നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. കാരണം പുഴയുടെ വക്കിലാണ് ഇത്. കണ്ടോ, ഇതാണ് ഭവാനി പുഴ. ഇപ്പോൾ വെള്ളം തീരെ കുറവായിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലമൊക്കെ വരെയല്ലേ, അപ്പോൾ വലിയ പുഴയിലൊക്കെ അത്രയ്ക്ക് ഒഴുക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതാ പുഴ വക്കലൂടെ ഇങ്ങനെ. പക്ഷെ പുഴ വക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ മണലൊക്കെ ചവിട്ടി പോകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ചൂടാണ്. അങ്ങനെയാണ് ഇതാ ചുരുളിയുടെ കൂമ്പ് കണ്ടില്ലേ, ഇതെടുത്ത് നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. നമ്മൾ വയറൊക്കെ ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. ഞങ്ങൾ സുരുളി എന്ന് പറയും, ഇവിടുത്തെ ഭാഷയിൽ സുരുളി എന്നാണ് പറയുന്നത്. ചുരുളി അത് അവിടെയൊക്കെ എങ്ങനെ പറയുന്നുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ ഈ കൂമ്പെടുത്ത് ചെറിയ ഇതിൽ വെയിലത്ത് വാട്ടിയിട്ട് നമ്മൾ തോരൻ വെക്കും കേട്ടോ. ചീര തോരൻ വയ്ക്കുന്ന പോലെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ, നമ്മുടെ വയറിലുള്ള സകലവും മുടി ഉണ്ടെങ്കിൽ അത് പോവും. പുഴയിലൊക്കെ ഇത് തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് നിറയെ ആൾക്കാർ. പിന്നെ ഇതാ മീൻകൂട്ടം ഉള്ളത് പോലെ തോന്നി കേട്ടോ. അവിടെ ചെറിയ ചെറിയ മീനിനെ പോലെ ഒരു ഇത് കണ്ടു. അപ്പോൾ അത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംശയത്തോടു കൂടി. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ടോ, വെള്ളം കണ്ടോ. വേനലൊക്കെ അടുത്തായതുകൊണ്ട് വെള്ളം കുറേ കുറവായി. പിന്നെയും ഞങ്ങളവിടെ കുറേ നടന്നു പോയി അവരെ സ്ഥലത്തെത്തി. കണ്ടോ, ഈ സാധനം പറിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇത് ഇതാ അവര എന്ന് പറയുന്നത്. അവര നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വയ്ക്കാൻ. ഇതാണ് അവര. ഇത് പറിക്കാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അതാ ഒരു മയിൽപ്പീലി കിടക്കുന്ന കണ്ടു. പിന്നെ പൂ കണ്ടല്ലേ, ഇത് കാട്ടുതകരയുടെ പൂവാണ് കേട്ടോ അത്. പിന്നെ ഇതാ ആവണക്കിൻ്റെ കായും കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് അവര കേട്ടോ. ഇത് ഉണങ്ങിയതാണ് കേട്ടോ. അത് കണ്ടോ, പച്ചയ്ക്ക് നിൽക്കുന്നുണ്ട്. ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് എല്ലാം കൂട്ടി അത് വൃത്തിയാക്കി എടുത്ത് ഇതാക്കും. എള്ളുണ്ട്, കുറച്ച് എള്ളൊക്കെ കണ്ടില്ലേ, എള്ള്. ഇത് വന്നിട്ട് മുതിരയാണ് കേട്ടോ. മുതിര പറിച്ചിട്ട് ഉണങ്ങാൻ ഇട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചേച്ചി. അവരെ ചെറിയൊരു കുടിൽ, അത് വന്നിട്ട് ഈ കൃഷി സ്ഥലത്ത് വന്നിട്ട് തണലിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ചായപോലെ കെട്ടിയതാണ്. പിന്നെ അതാ ഒരു ചേച്ചി ഇത് പറിക്കുന്നുണ്ട്. അവരൊക്കെ പറിച്ചെടുക്കുവാണ് ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തൊട്ടപ്പുറത്തേക്കാണ്, ഈ ചേച്ചിയുടെ സ്ഥലം അപ്പുറത്തെയാണ്. അങ്ങോട്ടേക്ക് കടന്നു പോയി. ഇതാ എല്ലാവരും അവരവരെ കവറിൽ പറിക്കാൻ തുടങ്ങിയതാ. നോക്ക്, ഞാനാണെങ്കിൽ ഓരോന്നിങ്ങനെ എണ്ണി എടുക്കണേ. അത് അങ്ങനെ എണ്ണി എടുക്കുന്നല്ല, ഇങ്ങനെ വലിച്ച് താഴേന്ന് ഇങ്ങനെ വലിച്ച് മൊത്തം ഇങ്ങനെ എടുക്കണം. ഞാൻ ഓരോന്നിങ്ങനെ എടുക്കണം കേട്ടോ. ഇത് പറിക്കുമ്പോൾ അതിൽ ലേശം എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ, എണ്ണ പോലെ. അതിൻ്റെ സ്മെല്ല് വേറെ പ്രത്യേകതരം സ്മെല്ലാണ്. പിന്നെ അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ പുഴുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ, പച്ചപ്പുഴുക്കളൊക്കെ. നമ്മളിതാ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കറി വെച്ച് തിന്നാൻ എന്ത് നല്ല ടേസ്റ്റ് എന്നറിയും. പച്ചയ്ക്ക് ഉണങ്ങിയാലും നമ്മൾ പരിപ്പാക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ അങ്ങനെ പരിപ്പാക്കാതെ തന്നെ എടുത്ത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. എന്തുമാത്രം നല്ല ടേസ്റ്റ് എന്നറിയും ഇവിടെ.
ഇതൊരു ചെടി, ഇത് ഇത് തീനയാണ് കേട്ടോ, ഇത് കാണിച്ചതേ നേരത്തെ. പിന്നെ കുറേ മത്തയുടെ ഇതെന്ന് പറഞ്ഞ ഇവിടെ നോക്കണം എത്ര കായ്ക്കൾ ഇഷ്ടംപോലെ. അത് അനക്കാതെ നമ്മളിരിക്കണം. കുറേ പിഞ്ച് വിട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ ചെറിയ കൂമ്പൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു കറി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മത്ത ഇങ്ങനെ വിടുമ്പോൾ അതിങ്ങനെ അനക്കാൻ പാടില്ല. ഈ അനക്കിയാൽ പിന്നെ അങ്ങനെ കേട് വന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. കണ്ടോ, ഇതെങ്ങനെയാണ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, 5 or 6 വിത്തുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് കറി വെച്ച് തിന്നണം, എന്ത് നല്ല ടേസ്റ്റ് എന്നറിയും. ഇവിടുത്തെ ആരോഗ്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെയാണ്. പാരമ്പര്യ കൃഷിയിലൂടെ കിട്ടുന്ന ഓരോ ഇത് കഴിച്ച് നോക്കണം. കണ്ടോ, ഇങ്ങനെ പറിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കുകയാണേ. അപ്പുറത്ത് ചേച്ചിമാർ ഇപ്പോഴത്തേക്ക് കവറിലൊക്കെ പകുതിയായി. എൻ്റെ കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് നുള്ളി എടുക്കുന്ന കൊണ്ടാണ്. ഇവിടെ നല്ല കൂളിങ് ആയിട്ടുണ്ട്. എങ്കിലും വെയിലൊക്കെ കയ്യിലൊക്കെ കണ്ടോ, അതിൻ്റെ എണ്ണ പുരണ്ട് അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. കയ്യിലൊക്കെ അത് നെയ്യ് പോലെ ഇങ്ങനെ പിടിച്ച് പറ്റി കിടക്കും, എണ്ണ മെഴുക്ക് പോലെ. കണ്ടോ, ഇങ്ങനെയൊക്കെ നിറയെ ഇങ്ങനെ ഉണ്ടാവും. അത് വലിച്ചിങ്ങനെ എടുക്കണം. അങ്ങനെയാണ് ശരിക്കും പറിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഓരോന്ന് നുള്ളി എടുത്താലും നമുക്ക് സമയത്തിന് വീട്ടിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം പൊട്ടിച്ചങ്ങനെ എടുക്കണം. അവരൊക്കെ പെട്ടെന്ന് ചീരൊക്കെ എടുക്കണം. ഒരു ഏട്ടന് വെള്ളം കൊണ്ട് തന്നിട്ട് പോയേ, വെള്ളം ദാഹിച്ചിട്ട് വെള്ളം എടുക്കാൻ വിട്ടു പോയായിരുന്നു. അപ്പോൾ ഒരു ഏട്ടന് കുപ്പിയിൽ വെള്ളം കൊണ്ട് തന്നു. അവിടെ ഭവാനിപ്പുഴയാണ്, അവിടെ നിന്നാണ് ഒരു കുപ്പിയിൽ വെള്ളം പിടിച്ച് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. ഒരു പക്ഷിയുടെ തൂവലൊക്കെ ഇവിടെ വീണ് കിടന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പറിച്ചെടുക്കുവാണ്. കണ്ടോ, ഒരു മത്തയുടെ ചെറിയ കുഞ്ഞേനാണ് കേട്ടോ. ഇപ്പോൾ വിട്ടിട്ടേ ഉള്ളൂ. അവനെ ഞാനാണ് കണ്ടിട്ട് ആ ചേച്ചിയുടെ പറഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ ആ ചേച്ചി വന്ന് എന്ത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തണലത്തും ഞാൻ കൂടുതൽ തണൽ തേടിയിട്ടാണ് പറിക്കാൻ പോകുന്നത്. വെയിൽ സഹിക്കാൻ പറ്റില്ല. മണലിൻ്റെ പുറത്താണ് ഈ കൃഷിയൊക്കെ, മണലിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തണൽ വെച്ചിട്ടാണ് ഓരോന്ന് നുള്ളി എടുക്കുന്നത്. അങ്ങനെ കണ്ട, ആ ചേച്ചി വന്നിട്ടേ ആ മത്ത വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ മണ്ണ് കുഴിച്ച് ആ കുഴിയിൽ അങ്ങനെ ഇറക്കി വെക്കും. കാരണം കള്ളന്മാരൊക്കെ വന്ന് കട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു ഇല്ലിക്കൂട്ടാണിത്. ഇതിൻ്റെ തണലത്താണ് ഞാനൊക്കെ ഇരിക്കുന്നത്. നല്ല കൂളിങ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കണ്ട, ഇത് തിനയാണ്, തിന. കയ്യിൽ പിന്നെയും മെഴുക്ക് പോലെ അത് പറ്റി പിടിച്ചിരിക്കും. അത് പോകില്ല. സോപ്പിട്ട് നമ്മൾ കഴുകിയാൽ പോലും അതിൻ്റെ സ്മെല്ല് പോകില്ല കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണത്. വിശന്നിട്ട് വയ്യാണ്ടിരിക്കുമ്പോൾ 2-3 നിലക്കടലയുടെ ചോട് കിട്ടി അത് പറിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അങ്ങനെ അത് തിന്ന്. വിശന്നിട്ട് വയ്യായിരുന്നു. ഉച്ച കഴിഞ്ഞു. അടുത്ത കടകളൊന്നും ഇല്ല. നമ്മൾ പുഴവക്കത്ത് ഇരിക്കുന്ന കൊണ്ടേ കടലിൽ പോവുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ താണ്ടി പോകണം. ഇത് കണ്ടോ, ഇതാണ് കീരയുടെ ഇതാണ് കണ്ടോ, വിത്തുകളൊക്കെ ഉള്ള ഇതാണ്. ഇത് നമ്മൾ മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞി കീരയൊക്കെ എങ്ങനെ കിടക്കും, അതൊക്കെ എടുത്തിട്ട് നമ്മൾ കീരപ്പൊരി ഉണ്ടാക്കിയിട്ട് നമ്മളത് പൊടിയാക്കിയിട്ട് കഴിക്കാറുണ്ട്. അത് നല്ല വിറ്റാമിൻ അടങ്ങിയൊരു സാധനമാണ്, കൂടിയാണ് കേട്ടോ. പൊടിയാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, നമ്മളും കഴിക്കാം.
അത് മൂത്തിട്ടില്ല, ചെറിയ ചെറിയ ഇപ്പോൾ കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ ഇതിൽ വിടും കേട്ടോ. ഇത് ചെറിയ കുഞ്ഞനാണ്. ഞാൻ ആദ്യം പോകുമ്പോൾ ഇതൊക്കെ മാവിൻ്റെ തൈകളാണെന്നാണ് വിചാരിച്ച്. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു ഔഷധ സസ്യം കൂടിയായിരുന്നു. പിന്നെ ഞങ്ങൾക്കതാ ഫുഡ് വന്നെത്തി. സിംഗിൾ ബിരിയാണി കേട്ടോ. അവിടെ എങ്ങനെ ഇരുന്നിട്ട് കാറ്റ് കൊണ്ടിട്ട് തിന്നുമ്പോൾ എന്തോ നല്ല സുഖമാണെന്നറിയില്ലേ. അവിടെ രണ്ടുപേര് ഇരുന്ന് നല്ല ഫുള്ളും തിന്നാണ് കേട്ടോ. ഞാൻ മാറി നിൽക്കുകയാണ് തണലത്ത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സന്ധ്യ ആവാറായി കേട്ടോ. ഇതൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി സമയം. ഒരുപാട് അങ്ങ് മാറിപ്പോയി. 5:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. 5:30 കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ ഒരു ഇരുട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നെത്തി. അപ്പോൾ നമ്മൾ തിരികെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെട്ടു. മയിൽപ്പീലി കണ്ട, മയിൽപ്പീലി സൂര്യൻ അങ്ങ് അസ്തമിക്കാറായി കണ്ട. അപ്പോൾ നമ്മളവിടെ എല്ലാം കെട്ടിപ്പൊറുക്കി എടുത്ത് ഓരോരുത്തർ ഓരോ കവർ. ഇതും കീരയുടെ ഇത് തന്നെയാണ് കേട്ടോ, വിത്തുകളൊക്കെ. അത് വെള്ളക്കീര, ഇത് ചുമന്നത്. ഇതൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ വിത്തെടുക്കാം കണ്ട. എല്ലാവരും എടുത്ത് പോവാണ്. അവർ മുമ്പിൽ പോവാണ് എന്നെ വിട്ടിട്ട്. എനിക്ക് ഓടി നടക്കാൻ വയ്യ ഇതൊക്കെ തൂക്കിയിട്ട്. പിന്നെ പോയി നമ്മൾ ആ പാറക്കൂട്ടത്തിൽ വെച്ചിട്ട് കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ കുറേ സഹോദരന്മാർ മീൻ പിടിക്കുന്നുണ്ട്. അത് കണ്ടില്ലേ, അതാണ് നമ്മുടെ മല്ലീശ്വരം മുടി. മല്ലീശ്വരം മുടി അങ്ങനെ കാണാം. സന്ധ്യ ആവാറായി എങ്കിലും എന്ത് നല്ല രസമായിട്ട് കാണുന്നത് നമ്മുടെ മല്ലീശ്വരം മുടി. എല്ലാവരും ആടിനൊക്കെ കൊണ്ടുപോയി. ഇവിടെ ആണെങ്കിൽ 3 സഹോദരന്മാർ മീൻ പിടുത്തം ഇനിയും കഴിയുന്നില്ല. 2 കിലോ കിട്ടി, 1.5 കിലോ കിട്ടി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അവരത് തൊട്ട് താഴെയായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇതാ അവിടെ നമ്മളിവിടെ ഇവർ കൈ കഴുകാൻ ഇതാ ഇരുന്നു. ഇവിടെ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രത്യേക തരമായി ഇത് ഈ പാറക്കൂട്ടത്തിൽ കണ്ടോ, നല്ലൊരു വ്യത്യസ്തമായൊരു പാറയാണ് കേട്ടോ ഇത് കണ്ടോ. ഇവിടെ സകല പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ പലതരത്തിൽ വിചിത്രമായിട്ട് പല അത്ഭുതങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വിളിച്ചു കൂവി ഞങ്ങൾക്ക് മീൻ കിട്ടി എന്നൊക്കെ അവർ വിളിച്ച് പറയുന്നുണ്ട്. ഇതാ കവറിലാക്കിയത് കാണിച്ചു തരാണ്. 2 പേര് മീൻ പിടിക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പം അങ്ങനെ പുഴയിൽ വെള്ളമൊക്കെ കുറവായിട്ടുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് ഇപ്പോൾ വെള്ളം തീരെ ഇല്ല, കുറവാണ്. അപ്പം എല്ലാവരും കൈയൊക്കെ കഴുകി ഈ പുൽക്കൂട്ട് കണ്ട് പോകാൻ വേണ്ടി അവർ റെഡിയായി. അവർ മുമ്പേ നടക്കുകയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ബാക്കായിപ്പോയി. ഇതിലേ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടി തോന്നും കേട്ടോ. അവരെ നിൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടുന്നേ. അവരങ്ങ് അറ്റത്തെത്തി. പേടി തോന്നും നമുക്ക് ഒറ്റയ്ക്ക് വിജനായിട്ട് പോകുമ്പോഴേ. ഞാൻ അങ്ങോട്ട് സ്പീഡിൽ നടക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. എങ്കിലും മനസാക്ഷി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നിൽക്കുന്നുണ്ട് ഒരു ചേച്ചി. എന്നെ കണ്ടതും പിന്നെ പയ്യെ നടക്കാൻ തുടങ്ങി. നമ്മുടെ പുഴ ഇതൊക്കെ കടന്ന് നമ്മളിങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. സന്ധ്യ ആവാറായി. തലയിൽ ഇങ്ങനെ കയറ്റി അവർ കണ്ടല്ലേ പോകുന്നേ. റോഡ് സൈഡ് വന്ന് നമ്മളെത്തി. അങ്ങനെ